ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. അത് വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിനുവേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയാൽ മതിയാവും. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഉറപ്പായിട്ട് റുട്ടീൻ ചെക്കപ്പ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് നമ്മളെടുക്കേണ്ട മുൻകരുതൽ. പിന്നെ അത് വന്നു കഴിഞ്ഞവർക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഡോക്ടർ പറയുന്ന അത്രയും നാളുകൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ പിന്നെ ചെറിയ രീതിയിൽ നടക്കാൻ തുടങ്ങുക, ആയാസപ്പെട്ടുള്ള പണികളൊക്കെ ചെയ്യാതിരിക്കുക. അതുപോലെ വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നതും ധൃതി പിടിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഒന്ന് ഒഴിവാക്കണം. ഹൃദയമാണ് നമ്മൾ അതുപോലെ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് പരിപാലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വേദന, അതുപോലെ വരുന്ന ബ്ലോക്ക്, ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ ഭിത്തികൾക്ക് അനുസരിച്ച്, ഹൃദയത്തിൻ്റെ ഭിത്തികളിലുണ്ടാകുന്ന ബ്ലോക്കിനെ അനുസരിച്ചാണ് അതിൻ്റെ തീവ്രത അറിയുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ വന്നു, ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ മാറി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും പഴയ ഒരു ലൈഫിലേക്ക് പോകരുത്. എല്ലാത്തിനും ഒരു സാവകാശം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാം സാവകാശത്തിലാക്കണം. മിനിമം ഒരു 3 മാസമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നെഞ്ചുവേദന വരാം, മരുന്ന് മുടങ്ങിയാലും വരാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴായാലും തരുന്ന മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടറുടെ അടുത്ത് ചോദിക്കാതെ ഒരിക്കലും മരുന്ന് നിർത്തരുത്. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ബ്ലോക്ക് ഏത് രക്തക്കുഴലിലാണ്, ഏത് ഭാഗത്താണ് നിങ്ങളുടെ ഹൃദയത്തിന് ഡാമേജ് വന്നത് എന്നതിനെയൊക്കെ അനുസരിച്ചാണ് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓരോ രീതിയിൽ വരുന്ന ബ്ലോക്കുകളും ഓരോ രീതിയിലുള്ള ഹാർട്ട് അറ്റാക്കിനും എല്ലാം അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് കാര്യങ്ങളുണ്ടാവാറുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങൾ അതിനൊരു പൂർണ്ണമായ ഒരു ഉത്തരം നേടിയെടുക്കണം. നിങ്ങൾ പല പല വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് അഡ്വൈസ് എടുത്ത് തന്നെ ആയിരിക്കണം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായ ചെക്കപ്പ് അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കൃത്യസമയത്തുള്ള ഉറക്കം, അതുപോലെ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് നടക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുക. കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് വരാം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാവുന്നതാണ്. അനാവശ്യ കോളുകൾ ചെയ്യരുത്, ദയവേത് ചെയ്യരുത്. ഞാൻ ഫോൺ കോൾ എടുക്കാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് മെസ്സേജിൽ ചോദിക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.